ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നും വീഡിയോ ഇടാനുള്ള ഒരു മനസ്സൊന്നും ആയിട്ടില്ല. അതിനുള്ള ഒരു നല്ല ഒരു ഇതിലേക്കൊക്കെ ഞാൻ ഇതാവുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്ക് വ്യൂസ് കൂടുന്നത് കുറഞ്ഞു പോവുകയാണ്. മൈൻഡ് ശരിയല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അതൊക്കെ ഓരോരുത്തർ അനുഭവിക്കുമ്പോൾ മാത്രമേ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇരുന്ന് കുറ്റം പറയുന്നവർക്ക് അവിടെ ഇരുന്നും പറയാൻ പറ്റും. അപ്പം എല്ലാ രീതിയിലും ഞാൻ തിരിച്ചു വരുന്നതാണ്, അതിനൊന്നും യാതൊരു സംശയവുമില്ല. എനിക്ക് യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ ഞാൻ കളയണമെങ്കിൽ എന്നേ ഞാൻ കളയാമായിരുന്നു. പക്ഷേ അത് ഞാൻ കളയുന്ന ഒരു ഇതല്ല, എൻ്റെ ജീവിതമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണിത്. അത് ഇനി ഞാൻ നല്ലതുപോലെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന ഒരു ഇതിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ ഇടുന്നതിലോ എനിക്കൊന്നും സപ്പോർട്ട് ചെയ്ത് തരാനൊന്നും ആരുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ക്ഷമിച്ച് പുറത്ത് എനിക്ക് കമൻറ്റിലൂടെ നിങ്ങൾ അത് ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം അമ്മ എന്ന് എനിക്ക് പറഞ്ഞു തരിക. അല്ലെങ്കിൽ അങ്ങനെ അതെല്ലാം എനിക്കൊരു പ്രചോദനമായി നിങ്ങൾ പറഞ്ഞു തരണം. എനിക്കറിയാവുന്ന രീതിക്കാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നേ ഞാൻ മോണിറ്റേഷനൊക്കെ ആയി കയറി പോവേണ്ട സമയം കഴിഞ്ഞു. സബ്സ്ക്രൈബറൊക്കെ ഒരുപാട് കൂടി. പക്ഷേ മോണിറ്റേഷൻ തികയാത്തത് കൊണ്ട് വാച്ച് അവർ തികയാത്തത് കൊണ്ടാണ് എൻ്റെ വീഡിയോ മോണിറ്റേഷനാവാത്തത്. അപ്പോൾ അതിനുകൂടി നിങ്ങളെല്ലാവരും വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ തന്നെ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ അടുക്കളയിലാണ്. അപ്പോൾ അടുക്കളയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമുക്ക് ആദ്യം കാണാം. അപ്പോൾ ഞാൻ ആദ്യം മത്തങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മത്തങ്ങ അരിച്ചോരിയാക്കിയാൽ എന്താണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിന്ന് മത്തങ്ങ അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, മത്തങ്ങ അടുപ്പിലേക്ക് വെച്ചു. മത്തങ്ങ വെന്തു. അതിലിപ്പോൾ ഞാൻ അരപ്പ് കൊണ്ടിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ പിടിച്ച് തുടങ്ങാം. ഞാനെല്ലാം ഒതുക്കി ഒരറ്റത്ത് വെച്ചിട്ട് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചാണ് താമസിച്ചത്. എല്ലാം റെഡിയാക്കി ഞാനിവിടെ കൊണ്ടുവന്ന് ഓരോന്നോരോന്നായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അല്ലാതെ എനിക്ക് ഒന്ന് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് തരാനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഉപ്പ് കൂടി ഇടുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അത് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് നല്ല ഒരു വെളിയിലൊന്നും ഉള്ളതല്ല, ഇത് മോള് കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് അക്കരയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മരുമോൻ്റെ കുഞ്ഞമ്മേരെ വീട്ടിൽ പിടിച്ച അവിടെ നിന്ന് കൊണ്ടുവന്ന മത്തങ്ങയാണ്. ഞാൻ വിചാരിച്ചെങ്കിലെന്ന് നല്ല സൂപ്പർ ഒരു മത്തങ്ങ അരിശൂരി ആയാലും എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാവൊക്കെയാകുമ്പോൾ അമ്മ മത്തങ്ങ അരിശൂരിയൊക്കെ വെച്ച് തേങ്ങയൊക്കെ വറുത്തിട്ട് ഇതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. മത്തങ്ങയൊക്കെ കിട്ടിയ അമ്മ അതൊരു നല്ല സൂപ്പർ കറി ഇങ്ങനെ ഉടച്ച് നല്ല ഇതാക്കിയിട്ട് തേങ്ങയൊക്കെ വറുത്തിടും. നമ്മൾ പിന്നെ ഞാൻ തേങ്ങ വറുത്തിടാനൊന്നും പോകത്തില്ല. അമ്മയ്ക്ക് തേങ്ങയൊക്കെ കൂട്ടുന്നതിനും എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതിനും ചെയ്തുകൂടെ അവസാനമൊക്കെ ആയപ്പോൾ അമ്മയ്ക്ക് വീട്ടിലേക്ക് വന്നത്. എന്നാലും അമ്മയ്ക്ക് എല്ലാത്തിനും നല്ല ടേസ്റ്റ് വേണം, അങ്ങനെ ഒരു ഇത് ഉണ്ട്. അപ്പോൾ നമുക്കിത്തിരി വെള്ളം കൂടി ചേർക്കാം. ഇന്നലെ നമ്മുടെ കുടുംബ സംഗമമായിരുന്നു. അതുകൊണ്ട് കുടുംബസംഗമത്തിൻ്റെ വീഡിയോയൊന്നും ഞാൻ ഇന്നുവരെ പിടിച്ചിട്ടില്ല. ഞാൻ പിടിക്കില്ല. ഞാൻ അങ്ങനെ ഇന്നുവരെ ഞാൻ കുടുംബസംഗമത്തിൻ്റെ വീഡിയോ അങ്ങനെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ആണ് ഞാൻ പിടിക്കാതെ ഇടാം. അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. കുടുംബക്കാർ മാത്രം ആവുന്ന ഒരു ഇതിൽ ചില ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്തവർ കാണും. അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ ഇതുവരെയും പിടിച്ചിട്ടില്ല. അല്ലെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരു മൈൻഡൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ
എല്ലാവരും ഒത്തുകൂടി കണ്ടു. എല്ലാവരും സന്തോഷമായിട്ട് കൂടി ഒത്തൊരുമയായിട്ട് പിരിഞ്ഞു. എൻ്റെ അമ്മയില്ലാത്ത ഒരു ഇതായപ്പോൾ ആ ഒരു ചലനത്തിൽ പോലും അമ്മ ഇരുന്ന് എല്ലാം അമ്മയ്ക്കൊരു പ്രത്യേക ഇതാണ്. അത് എൻ്റെ അമ്മയുടെ കൂടപ്പിറപ്പുകൾ എല്ലാവരെയും മുഖത്തത് കാണാനുണ്ടായിരുന്നു. ആ ഒരു വിഷമം അവർക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു എത്രയായാലും അവർക്ക് അവരുടെ കൂടപ്പിറപ്പ് ആ ഒരു സ്നേഹം എത്രയായാലും കാണുമല്ലോ. അമ്മയെന്ന് പറയുമ്പോൾ അമ്മയെ ആരും ഇന്നുവരെയും വേറെ ഇച്ചിപ്പോന്ന് പറയേണ്ട ഒരു ഇതുണ്ടായിട്ടില്ല. അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. എനിക്കിന്നി ഞാനെപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ ഇനിയും എൻ്റെ അമ്മയുടെ മകളായി ജനിക്കാനാണ് എനിക്ക് ഇനിയും ആഗ്രഹം. എനിക്ക് അത്രയ്ക്കും നമ്മൾ അമ്മയും മക്കളും ആകുമ്പോൾ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏതെങ്കിലും സമയത്തൊക്കെ തട്ടലും മുട്ടലുമൊക്കെ വരും. അത് സ്വാഭാവികമാണത്. സ്നേഹം കൂടുതൽ കൊണ്ടാണ്. പക്ഷേ എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ആരെ കൂടെയായാലും ഞാൻ കൂടെ പറയും. അല്ലാതെ ഞാൻ ഒരു മനസ്സിന് ഇതായിട്ടുള്ള ഇപ്പോൾ ആരെ കൂടെയായാലും എനിക്ക് പറയാനുള്ളത് ഞാനങ്ങ് കൂടെ പറഞ്ഞ് കളയും. എൻ്റെ അമ്മയുടെ ആ ഒരു സാമീപ്യം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്നലത്തെ കുടുംബസംഗമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത്. അപ്പം അത് തിളച്ചു. അപ്പം ഞാനത് ഇറക്കട്ടെ. അതിൻ്റെ ആ അരപ്പിൻ്റെ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് ഞാനത് ഇവിടേക്കൊന്ന് ഇറക്കി വയ്ക്കട്ടെ. ഇറക്കി വെച്ചു. ഇനി ഒന്ന് കടുക് പൊട്ടിക്കട്ടെ. കടുക് ആദ്യമേ പൊട്ടിച്ചാൽ ഇതിനൊക്കെ അങ്ങ് ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പം ഇതൊന്നങ്ങ് ഞാൻ അടച്ച് വയ്ക്കട്ടെ. അപ്പം ഞാൻ തേങ്ങ വറുത്തൊന്നും ഇടുന്നില്ല. നല്ലതുപോലെ ഒന്ന് കടുക് വറുത്തിടുന്നതേ ഉള്ളൂ. വെളിച്ചെണ്ണ അങ്ങിരിക്കുന്നതാണ് കയ്യെത്തിയെടുക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ചു. 2-3 എണ്ണത്തിൽ വേണം. അതുകൊണ്ടാണ് എണ്ണ ഒത്തിരി കൂടുതൽ ഒഴിക്കണം. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കിടന്ന് കടുക് വറുക്കണ്ടേ. എന്നെ മറന്നൊന്നും ചെയ്തിടല്ലേ. അപ്പം ഞങ്ങൾക്കൊക്കെ എല്ലാ ഓണമൊക്കെ കഴിഞ്ഞ് ഇന്ന് തൊട്ട് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിലും ജോലിയുള്ളവരെല്ലാം ജോലിക്കും പോയി തുടങ്ങി കാണും.
നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്കും കിട്ടിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ എന്ന് പറയുമ്പം അതൊരു ഗവൺമെൻറ്റിൻ്റെ ഇത് തന്നെയാണ്. അത് അറിയുന്നുള്ളവർക്കറിയാം. പിന്നെ സ്ഥിരമായിട്ട് പോണ സർക്കാർ ഗവൺമെൻറ് ജോലി ആണെന്നുള്ളതേ ചിലരൊക്കെ വകവയ്ക്കാറുള്ളൂ. പക്ഷേ ഞാൻ പോകുന്നതും ജില്ലാ മിഷൻ എന്ന് പറയുന്നത്, കുടുംബശ്രീ ജില്ലാ മിഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അത് നമുക്ക് കുടുംബശ്രീ CDS അത് മുഖാന്തരം ഉള്ള ഒരിതാണ്. ചിലർക്ക് അതൊക്കെ പറയുമ്പോഴത്തേക്കും വെറും കുറ്റമാണ്. നമ്മളത്ര കൂടിയവരൊന്നും അല്ലല്ലോ. അപ്പം ഈ കടുവറുത്തു, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയും, അറിയാതെ വായുന്നു. അത് കണ്ട കടുവറുക്കാനായി ഉള്ളി ഇട്ടു, കടുക് ഇട്ടു, 2 ഉലുവ ഇട്ടു. അപ്പം നമ്മുടെ കറിവേപ്പില കരിവേപ്പില നമ്മളിവിടെ എടുത്തുകൊണ്ട് വെച്ചിരുന്നു. സമയത്ത് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. കരിവേപ്പില കൂടി ഇട്ടു. അപ്പോൾ അത് മൂത്തു. അത് കഴിഞ്ഞ് അതൊക്കെയാണ് ഇറക്കിയിട്ട് നമുക്ക് അടുത്ത ഇത് വയ്ക്കാം. ഓരോന്നിലേക്കും കുറേശ്ശെ തട്ടിയിടണം. അപ്പോൾ അടുത്തത് മീൻ കറിയാണ് അടുപ്പിലേക്ക് വയ്ക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് വയ്ക്കാം. അപ്പം മീൻ കറി വെച്ചു, അതിലേക്ക് ഉപ്പിട്ടു, തക്കാളിക്ക, പച്ചമുളക്, കറിവേപ്പില ഇട്ടു. ഇനി കറി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് കറി ഒന്ന് തിളയ്ക്കട്ടെ. മീൻ കറി ഞാൻ അതിലോട്ട് ഇറക്കി വെച്ചു. ഇതിലേക്ക് കടുകൊട്ടിപ്പൊക്കെ ഇട്ടു. എന്നിട്ട് അത് വെച്ച് ഇതിലേക്ക് ഇത്തിരി മീൻ വറുക്കാനായിട്ട്
ഒന്ന് കുറച്ച് അത് മത്തി വറുത്താലോ. ഇതിലേക്ക് എണ്ണ നമുക്ക് കുട്ടൂസുമോനൊക്കെ ഇന്ന് ക്ലാസ് തുടങ്ങി. കുട്ടൂസുമോൻ പഠിക്കാൻ പോയി. ആദ്യമോന് ക്ലാസ് തുടങ്ങി കാണും. ആദ്യമോന് പനിയൊക്കെ കുറഞ്ഞുകൊണ്ട് അങ്ങനെ പഠിക്കാൻ പോയി കാണും. ആദ്യമോനെ എന്നെ വിളിച്ചില്ല. ആദ്യമോനെ രാവിലെ വിളിച്ചാലും അവനെ കാണാൻ കിട്ടൂല. ആ ഓട്ടമാണ്, ഓട്ട മത്സരം. മീൻ വറുക്കാൻ കറി മഴ ഇന്ന് നേരം വെളുത്തപ്പം തൊട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പെയ്യും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചോറിൻ്റെ അടുത്ത് ചേർത്ത് ഊരിയൊരുക്കി പത്തി നമുക്ക് മറിച്ചിടാം. ഏത് അസുഖക്കാർക്കും കൂട്ടാൻ മത്തിച്ചാളാട്ടോ. മത്തി നെത്തോലി അയല മീൻ ഒക്കെ എല്ലാവർക്കും കൂട്ടാമെന്ന് പറയും. അപ്പം മീൻകറിയും ഏകദേശം റെഡിയായിട്ടുണ്ട്. ഒക്കെ ഉണ്ട്, സൂപ്പറാണ് കേട്ടോ. അല്ലെങ്കിൽ മത്തിച്ചാളയൊക്കെ കറി വെച്ചാൽ നമ്മൾ തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് വെക്കുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മീൻ വറുത്തത് ഇവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് ഇറക്കി കൊടുത്തേക്ക് ചട്ടി അങ്ങ് വെക്കും. ഇതിൽ മോര് കറി വയ്ക്കാനാണ്. മോരൊഴിച്ച് കൂട്ടാൻ പല പല പേരുകളാണല്ലോ പറയുന്നത്. കടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാത്തിനും ഒഴിക്കാനുള്ള കടി വറുത്തത് ഞാൻ മുമ്പേ വറുത്തത് കൊത്ത് വറുത്തു. അതിലേക്ക് ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ കളയുന്നു. ഇത് കുപ്പി ഇതിൻ്റെ അടുത്തിരുന്ന് കുപ്പിയുടെ രണ്ട് സൈഡ് എങ്ങനെയോ ആവി തട്ടി. അതുപോലെ ഇതിൻ്റെ വാഷറുണ്ട്. എനിക്ക് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ആ വാഷർ എങ്ങനെയോ പോയി വെള്ളം കളയുന്നു. ഉണ്ട് ഇതിൻ്റെ വാഷറുണ്ട്. ഈ വാഷർ പോയാൽ കുപ്പിയിലെ എണ്ണ കളയും. അപ്പോൾ നമ്മൾ ഏത് സാധനം മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുപ്പി എങ്ങനെയോ ഇവിടെ ഇരുന്ന് ആവി തട്ടി
അപ്പോൾ ഇനി അതിലേക്ക് നമുക്കിങ്ങനെ ഇടാൻ പോകുന്നത് എനിക്ക് തക്കാളി മോരുകറി വെച്ചാൽ അതിൽ തക്കാളി ഇടുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു തീയൊന്ന് കുറഞ്ഞു. ഇത് ഭയങ്കര തീയാണ് ഈ ഗ്യാസിൽ കേട്ടോ. നമ്മൾ പഴയ ഗ്യാസ് അടുപ്പല്ല ഈ ഇരിക്കുന്നത്. ഇതെൻ്റെ പൊന്നമ്മ മേടിച്ച് വെച്ചിരുന്ന ഗ്യാസാണ്. എൻ്റെ പൊന്നാര അമ്മ ഈ ഗ്യാസ് അടുപ്പ് എൻ്റെ അമ്മയ്ക്ക് രാത്രി അങ്ങനെ വെള്ളമൊക്കെ കുടിക്കാൻ അതിനെങ്കിലും വേണമെങ്കിലോ എന്നും പറഞ്ഞ് വെച്ച് വെച്ചിരുന്നതാണ്. ഭയങ്കര തീയാണ് ഇതിൽ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കറി ഒഴിച്ചാണ്. നല്ല സൂപ്പർ മോര് കറി ആയില്ലേ. നല്ല സൂപ്പർ. ഈ മോരുകറി മാത്രം മതി നമുക്ക് ചോറ് കഴിഞ്ഞ്. കറി നല്ലതാണെങ്കിൽ ഒരൊറ്റ മതി, ഇത് മതി നമുക്ക് കഴിക്കാൻ. നല്ല സൂപ്പർ മോരുകറി, നല്ല നാടൻ പാലോറ ഒഴിച്ച നല്ല സൂപ്പർ മോരുകറിയാണ്. അപ്പം നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. അതും നമുക്കങ്ങോട്ട് ഇറക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ അതിലേക്ക് നല്ല സൂപ്പർ എൻ്റെ വീട്ടിൽ തന്നെ സ്വന്തം ചീര, അതിനൊരു പ്രത്യേകതയില്ലേ, അതൊരു പ്രത്യേകത തന്നെയാണ്. അത് അതിലേക്ക് ഇടുകയാണ്. ചിലർ കടുവറുത്ത് ചീരയിട്ടിളക്കും, പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല. നമ്മൾ കടുവറുത്ത ചീരയിട്ടിളക്കി അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെച്ചതിന് ശേഷം ഇത്തിരി കടുവറുത്ത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. പക്ഷേ കടുവറുത്ത് വയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അപ്പോഴേ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയാണ്. നമ്മൾ അപ്പോഴും നല്ല അങ്ങ് തോന്നതാവും എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ വെച്ചാലും പോരും. നമുക്ക് കടുവറുത്ത് ഞാൻ വയ്ക്കാറില്ല. ഞാൻ വയ്ക്കുന്ന രീതി നിങ്ങൾക്ക്
കാണിച്ചു തരാം. അപ്പോൾ അരപ്പും അതിലിട്ടിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിൽ വെക്കാനായിട്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ പാത്രം മാറ്റിയത് കൊണ്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു. ഇനി നമുക്കതങ്ങ് അടച്ച് ഇടാം. ഞാൻ മീൻകറി ഓഫ് ചെയ്യുകയാണ്. ഈ മീൻകറി ഞാൻ ഓഫ് ചെയ്തു. സൂപ്പർ മീൻകറി ആയിട്ടുണ്ട്. ഉണ്ടോ? തണുക്കട്ടെ, കാണിച്ചു തരാം. നമ്മുടെ ചീര ആവി കയറി വരുന്നുണ്ട്. ഇവിടെ ഇതാവട്ടെ. നമുക്ക് നമ്മുടെ ചീര വന്ന് നോക്കാം. കറുവറുപ്പ് വെച്ചിരുന്നതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനൊരു സാധനം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കടുവറുത്തിട്ട് അതിലിട്ട് എന്തായാലും കാര്യം ഇത് തോരൻ വയ്ക്കില്ല. ചിലർ എണ്ണയിലിട്ട് പയർ വെഴുത്തൊക്കെ വയ്ക്കുമ്പോൾ അതിലിട്ട് വരട്ടി പയർ വെഴുത്ത് വയ്ക്കും. തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ അതിൻ്റെ ഗുണം പോയാണ്. അതിൻ്റെ ഗുണം പോവും. അതിന് യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഗുണം പോവും. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ദിവസം ചീരത്തോരൻ വയ്ക്കാനൊക്കെ കിട്ടി. ഇനിയുമുണ്ട്. ഞാൻ 2 നേർക്ക് കൊടുത്തു. ഇനിയും നിൽപ്പുണ്ട്. അതാണ് നമുക്ക് സ്വന്തമായി എന്തെങ്കിലും നട്ടാൽ നമുക്ക് വളമിടാത്ത നമ്മുടെ സ്വന്തം. അതുപോലെ തന്നെ കോവയ്ക്കയും ഉണ്ട്. അപ്പം അത് ഞാനിങ്ങനെ ഇറക്കട്ടെ. ചോറ് ഒന്ന് ഇതിലോട്ട് വെച്ച് തന്നെ അങ്ങ് തോത്തിയെടുക്കാം. ചോറ് വെച്ചേക്കായിരുന്നു, തോത്തിയിലായിരുന്നു. ചോറുകൂടെ നമുക്ക് നല്ല ചെമ്പാവരി ചോറാണ്. അതുകൂടെ ഒന്ന് തോത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കാനുണ്ട്.
പാത്രം കൂടെ കഴുകി വെച്ചിട്ട് എത്തും വാങ്ങുന്ന സമയത്ത് ഞാനിവിടെ മീൻ വെക്കുന്ന സമയമായിരിക്കും. ഇന്ന് അണ്ണൻ പോയി മീൻ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്ത് കൊച്ചുങ്ങളെല്ലാം ഓണം കഴിഞ്ഞ് സ്കൂൾ തുറന്ന് ഓണമുള്ളവർക്ക് ഓണമൊക്കെ തന്നെ കൊച്ചുങ്ങൾക്ക് വീട്ടിൽ നിന്നിട്ട് പിന്നെ പോകുമ്പോൾ അവർക്കൊരു പോകാനൊരു കുട്ടൂസിന് അമ്മ മറ്റന്നാളല്ലേ പോകാനുള്ളത് എന്നുള്ളൊരു ചോദ്യം. മിനിയാന്ന് മറ്റന്നാൾ പോയെന്ന് പറഞ്ഞപ്പോൾ കുട്ടൂസ് ഞാൻ ചിന്നി മറ്റന്നാൾ പോയാൽ വിചാരിച്ച് പോകാൻ കുഴപ്പമൊന്നുമില്ല. കുട്ടൂസ് കറക്റ്റായിട്ടില്ല സമയത്ത് പൊക്കോളും. കുട്ടൂസ് ഇന്നലെ നമ്മളെ കുടുംബസംഗമത്തിൽ നിന്ന് പദ്യപാരായണത്തിന് ഇംഗ്ലീഷ് പാട്ട് പാടി. പദ്യപാരായണത്തിന് പ്രൈസ് കിട്ടി. പിന്നെ ബുദ്ധി പരിശോധനയ്ക്ക് വലിയ എട്ട് പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓർമ്മിച്ചില്ല. ഒരു 4 മാർക്കുണ്ടായിരുന്നു. പിന്നെ കസേര കളിക്ക് സ്റ്റേറ്റ് പ്രൈസ്. അങ്ങനെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്നതാണ് കേട്ടോ, കുട്ടി ക്ലാസ്. പക്ഷെ ഇത് ഫൈവറും ചേരും. ഉച്ചയ്ക്ക് നമുക്ക് ഓണസദ്യയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് എന്നാലും എനിക്ക് ആ സദ്യ കഴിക്കാനിരുന്നപ്പോഴും വലിയ ഒരു കഴിക്കാനുള്ള ഒരു മൂടും എൻ്റെ അമ്മ എന്ത് ചെയ്യുമ്പോഴും കുടുംബസംഗമത്തിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ തൊട്ട് അമ്മ തുടങ്ങും കുടുംബസംഗമത്തിൻ്റെ ഒരുക്കം.
ഇല്ല ഇനി അടിയിലോട്ടൊക്കെ ഇത് ലെവള് ഉഷ വന്നില്ല ഊണൊക്കെ റെഡിയാക്കി തൂത്തൊക്കെ വാരി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചോറ് നല്ല സൂപ്പർ നാടനരി ചോറ്, മത്തിച്ചാള കറി വെച്ചത്, നല്ല സൂപ്പർ മത്തങ്ങ കറി വെച്ചത്, നമ്മുടെ സ്വന്തം ചീര തോരൻ വെച്ചത്, പിന്നെ അടിപൊളി മോര് കറി, മത്തി വറുത്തത്. പോരെ, ഇത്രയും പോരെ. അപ്പം ഈ കോവയൊക്കെ പടർന്ന് കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കോവയ്ക്ക പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇന്നത്തെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ കഥ അടയ്ക്കട്ടെ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ടാറ്റാ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.